നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കല്യാണപ്രായമാകുമ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാകുന്നൊരു ഉത്കണ്ഠയുണ്ട്. സ്വന്തം മക്കളെ കെട്ടിച്ചുവിടേണ്ട ഒരു കടമ. ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതൊക്കെ നടന്നെന്ന് വരില്ല. എന്നാൽ 2025 വിവാഹം, അതും അത്യുത്തമ യോഗം, ഇത് വന്നിരിക്കുന്നത് 8 നാളുകാർക്കാണ്. ഏതൊക്കെയാണ് ആ 8 നാളുകാരെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വിവാഹം എന്നത് വിധിപ്രകാരം മാത്രം നടക്കുന്ന ഒരു മംഗളകർമ്മമാണ്. പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് നടക്കണമെന്നില്ല. എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിവാഹ യോഗം കാണുന്നു. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചില നക്ഷത്രക്കാർക്കെങ്കിലും അവരുടെ ആഗ്രഹം സഫലമാകുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ശനിയുടെ രാശിമാറ്റവും ബുധനും സൂര്യനുമെല്ലാം മറയുന്നത് വഴി ചിലരിൽ വിവാഹയോഗം തെളിയുന്നു. 2025 അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരിൽ ആർക്കാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ നാള് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ്. ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിച്ചവർ എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. മാറ്റത്തിൻ്റെ വർഷമായിരിക്കും 2025. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ ഈ വർഷം കണ്ടെത്തുന്നു. മാത്രമല്ല, വിവാഹത്തിനുള്ള മികച്ച സമയം കൂടിയാണിത്. ബന്ധം പരസ്പര ധാരണയിലും മനസ്സിലാക്കലിലും മുന്നോട്ട് പോകും. അശ്വതി നക്ഷത്രക്കാർക്ക് 2025 അനുയോജ്യമായൊരു വർഷമാണ്. അടുത്തതായി വരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ സമയമാണ്. ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത്. ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന പങ്കാളിയായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രഹസംക്രമണം പൊതുവെ ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ പുതുവർഷത്തിൽ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിവാഹം. അവരുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ നിസ്സാരമായി കാണണ്ട. സ്നേഹവും സമാധാനപരവുമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയം ഇനി വരാനില്ല. മൂന്നാമതായി കാണുന്നത് മകയിര നാളുകാരാണ്. മകയിര നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ വിവാഹം നടക്കുന്ന സമയമാണ് 2025. ഇവരെ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. അവരുടെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വർഷമാണ് 2025 എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. തൻ്റെ അതേ സ്വഭാവവും ലക്ഷ്യങ്ങളും പങ്കിടുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് ഇവർക്ക് ഈ വർഷം സാധിക്കുന്നു. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ വർഷം കൂടിയായിട്ടാണ് 2025 എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തെ ഭരിക്കുന്നത് ശനിയാണ്. ഇവരുടെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ 2025. പല വിധത്തിലുള്ള ഗുണങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഇവർക്ക് 2025. കുടുംബത്തോടുള്ള പ്രതിബദ്ധത, സ്നേഹം, വിശ്വാസ്യത, വൈകാരികത എന്നിവയെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ചുള്ള പങ്കാളിയെ ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഇവരിൽ 2025 അകന്നു പോകുന്നു. അടുത്ത നക്ഷത്രം ഉത്രം നാളുകാരാണ്. സൂര്യനാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ ഗ്രഹം. ഉത്തരവാദിത്ത ബോധം വളരെയധികം കൂടുതലുള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലും അത്രയും ഉത്തരവാദിത്തം ഇവർ കാണിക്കുന്നു. പലപ്പോഴും ശാശ്വത പങ്കാളിത്തത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കും. അതിന് ഏറ്റവും അനുയോജ്യമായ വർഷമാണ് 2025. അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയേ വരില്ല. അടുത്ത നക്ഷത്രം ചോതിയാണ്. രാഹുവാണ് ചോതി നക്ഷത്രത്തിൻ്റെ അധിപൻ. അതുകൊണ്ട് തന്നെ ഇവർ ആകർഷണീയതയും സ്വാതന്ത്ര്യവും എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കും. അതിനനുസരിച്ചുള്ള പങ്കാളിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. വൈകാരികമായി വളരെയധികം മാറി ചിന്തിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ സമത്വത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ സ്വന്തമാക്കാൻ 2025 ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് ശനിയാണ് അവരുടെ ഗ്രഹാധിപൻ. നിശ്ചയദാർഢ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുന്നിൽ തന്നെയാണ് ഉള്ളത്. കൂടാതെ ഉത്തരവാദിത്ത ബോധത്തിലും ഇവരെ വെല്ലാൻ ആവില്ല. പ്രതിബദ്ധതയോടെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടു പോകുന്നതിന് ഇവർക്ക് സാധിക്കും. അതിന് 2025 വിവാഹം എന്നത് ഇവരുടെ അനിവാര്യമായ തിരഞ്ഞെടുപ്പായി മാറും. ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാവുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇവർ മികച്ച മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കും. അവസാനത്തെ നക്ഷത്രം രേവതിയാണ്. ബുധനാണ് രേവതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത്. വൈകാരികത ഏറെ കൈമുതലാക്കിയ നക്ഷത്രമാണ് രേവതി. പരസ്പരം കരുതലും സ്നേഹവും ഇവരിൽ ഓരോ ദിനവും വർദ്ധിക്കും.
അതുകൊണ്ട് തന്നെ സ്നേഹനിർഭരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഇവർ മുൻനിരയിലായിരിക്കും. അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ 2025. ഇവരുടെ ദാമ്പത്യ ജീവിതം മികച്ച രീതിയിൽ തന്നെ ഈ വർഷം മുന്നോട്ട് പോകും. 2025 വിവാഹ യോഗത്തെ സ്വാധീനിക്കുന്ന ഗ്രഹസ്ഥിതികൾ ഏതൊക്കെയെന്ന് നോക്കാം. വ്യാഴം മേടം ഇടവൻ രാശികളിൽ സഞ്ചരിക്കും. മേടൻ രാശിയിലെ വ്യാഴം വിവാഹ ജീവിതത്തിന് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് ദീർഘകാല സന്തോഷവും സ്ഥിരതയും നൽകുന്നു. ധനു മീനം മേടൻ രാശിക്കാർക്ക് വിശേഷമായ ലാഭമാണ്. ശനി കുംഭം മീനൻ രാശികളിൽ സഞ്ചരിക്കുന്നത് വിവാഹ യോഗങ്ങളെ സ്ഥിരതപ്പെടുത്തും. മീനത്തിലെ ശനി സാമ്പത്തിക സുഖവും കുടുംബ സമാധാനവും ഉറപ്പാക്കുന്നു. രാഹു മകരത്തിലും കേതു കർക്കിടകത്തിലുമായി സഞ്ചരിക്കുന്നത് പുതിയ ബന്ധങ്ങൾക്ക് അനുകൂലമായാണ് കാണുന്നത്. എന്നാൽ ജാതകത്തിലെ 7ാം ഭാവത്തെ ബാധിക്കുന്ന രാശിക്കാർക്ക് ജാഗ്രത പാലിക്കേണ്ടി വരും. വിവാഹം എന്നത് സാമൂഹ്യമായും നിയമപരമായും സാംസ്കാരികമായും ആചാരപരമായും അംഗീകരിക്കപ്പെട്ട ഒരു ബന്ധമാണ്. 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള കുടുംബ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണിത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവാഹത്തിന് വ്യത്യസ്ത സാമൂഹ്യ പ്രാധാന്യവും ആചാരങ്ങളും നിലനിൽക്കുന്നു. വേദ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. ജാതക വിശ്ലേഷണം, ഗ്രഹനില, രാശിസ്ഥിതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവാഹത്തിൻ്റെ സമയം, സാധ്യതകൾ, ജീവിതത്തിലെ ഫലങ്ങൾ എന്നിവ പ്രവചിക്കാനും വിലയിരുത്താനും ജ്യോതിഷം ഉപയോഗിക്കുന്നു. വിവാഹത്തിനായി ഹിന്ദു ജ്യോതിഷത്തിൽ കുണ്ഡലിമിലാനം അതായത് ജാതക സാമ്യത അത്യന്താപേക്ഷിതമാണ്. ഇതിനായി അഷ്ടകൂട സമ്പ്രദായ പ്രകാരം 36 ഗുണങ്ങൾ പരിശോധിക്കുന്നു. ഇവയിൽ 18 അതിലധികമോ ഗുണങ്ങൾ യോജിക്കുന്നത് നല്ലതായി കണക്കാക്കുന്നു. ഇന്ത്യയിൽ വിവാഹത്തിന് നിയമപരമായ വശങ്ങൾ നോക്കുമ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് നിയമപരമായ ആവശ്യമാണ്. ഹിന്ദു വിവാഹ നിയമം 1955, സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 എന്നിവ പ്രകാരം ഇന്ത്യയിൽ പുരുഷന്റെ പ്രായം 21 സ്ത്രീയുടേത് 18. വിവാഹം ഒരു ജീവിത പങ്കാളിത്തമാണ്. അത് കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. സാംസ്കാരിക വൈവിധ്യങ്ങൾ, നിയമങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ഇതിൻ്റെ രൂപവും പ്രാധാന്യവും വ്യത്യാസപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ സ്നേഹം, സുരക്ഷ, കുടുംബം എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതകത്തിലെ 7ാം ഭാവം വിവാഹത്തെയും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്നു. വിവാഹത്തിൻ്റെ ഗുണനിലവാരം, പങ്കാളിയുടെ സ്വഭാവം വിലയിരുത്താൻ നവാംശം പ്രധാനമാണ്. മംഗല്യത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ: ശുക്രൻ പ്രണയം, വിവാഹം, സൗന്ദര്യം എന്നിവയുടെ കാരകൻ. ചന്ദ്രൻ മനസ്സിൻ്റെ സന്തുഷ്ടി, വികാരങ്ങൾ എന്നിവയ്ക്ക്. ഗുരു ധാർമ്മികമായ ബന്ധം, ആശീർവാദം എന്നീ കാര്യങ്ങൾക്ക്. ശനി വിവാഹത്തിൻ്റെ വൈകിയ സാധ്യത, പ്രതിബന്ധങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തുന്നു. രാഹു കേതു അപ്രതീക്ഷിത മാറ്റങ്ങൾ, ജാതകത്തിലെ സ്ഥാനമനുസരിച്ചുള്ള സ്വാധീനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു, ശുക്രൻ എന്നിവ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. ജ്യോതിഷപ്രകാരം വിവാഹം ഒരു കർമ്മബന്ധം മാത്രമല്ല, പൂർവ്വജന്മങ്ങളിലെ സംസ്കാരങ്ങളുടെ ഫലമാണ്. എന്നാൽ ജാതക വിശ്ലേഷണം ഒരു മാർഗദർശി മാത്രമാണ്. മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയും കർമ്മവും ജീവിതത്തെ നിർണ്ണയിക്കുന്നു. വിവാഹത്തിന് മുമ്പ് ജാതകം പരിശോധിക്കുന്നത് സാധ്യമായ പ്രതിസന്ധികൾ മുൻകൂട്ടി കാണാനും പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കും.